ഹായ്, ഇന്നാണെങ്കിൽ പനീർ മഷ്റൂമും ഉള്ളൊരു മസാല കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് പനീർ വേണം, മഷ്റൂം വേണം. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പനീറാണ്. അതേപോലെ ഒരു മഷ്റൂം ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക, ഷാലോ ഫ്രൈ ചെയ്യുക രണ്ടും. എന്നിട്ടതങ്ങ് മാറ്റി വെക്കാം. അതിൽ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റാം. ഇനി അങ്ങ് മൂത്ത് പോകണ്ട. ഇതിനായിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ശകലം ജീരകപ്പൊടി ആവശ്യമുണ്ട്. ഒരു സവോളയും ഒരു തക്കാളിയും കൂടെ ആഡ് ചെയ്യാം ഈ കൂടെ വഴറ്റാൻ വേണ്ടി. അതേപോലെ നമുക്ക് ക്യാപ്സിക്കം വേണം, മല്ലിയിലയും കൂടെ വേണം. എന്നിട്ട് ആ മിക്സ് നല്ലപോലെ മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. എന്നിട്ട് നമുക്കിനി എണ്ണ ഒഴിച്ച ശേഷം ഒരു കഷ്ണം കറുവാപ്പട്ടയും ഒരു ബേ ലീഫും കൂടെ ആഡ് ചെയ്തിട്ട് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വഴറ്റുക. എന്നിട്ട് നമുക്ക് ആ പൊടികളൊക്കെ ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ ടൊമാറ്റോയുടെ ആ പേസ്റ്റും കൂടി ആഡ് ചെയ്യാം. ശകലം വെള്ളവും കൂടെ ഒഴിച്ച് നല്ലപോലെ തിളപ്പിക്കാം. നമുക്ക് എന്നിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മഷ്റൂമും പനീറും കൂടെ ആഡ് ചെയ്യാം. ശകലം മല്ലിയിലയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ശകലം ക്രീമും കൂടെ നമുക്ക് ആഡ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാം. ഇത്രയുള്ള റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ ബെസ്റ്റാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.